ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സ്വീകരിക്കുന്നല്ലോ, ഞാനിതോടെ സ്വീകരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നഴ്സറിയിലൊക്കെ എപ്സം സോൾട്ട് അവർ യൂസ് ആക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഉപയോഗങ്ങളും പിന്നെ അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാം. ഈ എപ്സം സോൾട്ട് കാണാനായിട്ടൊരു പഞ്ചസാര തരി പോലെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം അവർ പഞ്ചസാരയാണെന്ന് കരുതിയിട്ട് എടുത്ത് കഴിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ശരിക്കും ഒരു പഞ്ചസാര പോലെ തന്നെയാണ് ഇത് കാണാനായിട്ടുള്ളത്. ചെറിയ തരികളാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിനൊരു പഴയൊരു ജഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. കുറേ യൂട്യൂബിലൊക്കെ ഞാൻ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എപ്സം സോൾട്ട് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊത്തി ഫ്ലവറിങ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എപ്സം സോൾട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ ഇത് ഡെൻഡ്രോബിയം പ്ലാന്റ്സ്, അതേപോലെ തന്നെ സീസി പ്ലാന്റ്സ്, പിന്നെ അഗ്ലോണിമയുടെ ഒരു ഗ്രീനിഷ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിനൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എപ്സം സോൾട്ട് ഞാൻ അങ്ങനെ വെള്ളം എന്താ പറയുക നമ്മൾ കപ്പൊക്കെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാറില്ല. ഇത് ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒന്നാമതായി പറയാനുള്ളത്, എപ്സം സോൾട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മഞ്ഞിപ്പൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെ മഞ്ഞിപ്പ് വരാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ അഭാവത്തിലും നമുക്ക് ഇതേപോലെ ലീഫ് മഞ്ഞ കളറാകും. ഈ പ്ലാന്റ് പീസ് ലില്ലിയാണ്. ഇതിൻ്റെ ലീഫ് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചത് കൊണ്ടാണ് ഇതേപോലെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനും നമ്മൾ എപ്സം സോൾട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ അത് ലീഫ് റെഡിയായി കിട്ടും. ഇനി നമ്മൾ സാധാരണയായി കാണുന്നതാണ് ചെടികളുടെ ലീഫിനൊക്കെ ഒരു ചുരുള് വരിക അല്ലേ, ഇല അങ്ങോട്ട് ശരിക്കും വരുന്നില്ല. ഇതിനും നമുക്ക് എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാറിക്കിട്ടും. ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ വളരെ സ്ലോയിലായിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ എപ്സം സോൾട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനിക്കതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കാരണം ചീത്തയായിട്ടുള്ള ലീഫൊക്കെ എപ്സം സോൾട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ട്. പുതുതായി മാറ്റി വെച്ച റീപോട്ടിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനും എപ്സം സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള പുതിയ ചെടികളാണെങ്കിലും നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് സാധിക്കുന്നു. ഉണങ്ങിയ കമ്പ് റിക്കവറിങ് ആയി വരാനായിട്ടും എപ്സം സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചീത്തയായി പോയി എന്ന് കരുതുന്ന ചെടിയിൽ നിന്നും പുതിയ തളിരിലകൾ കാണുന്നു. അതേപോലെ തന്നെ പ്ലാന്റ്സിന് മാത്രമല്ല, നമ്മൾ വീട്ടിൽ പച്ചക്കറി തോട്ടമുണ്ടെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല രീതിക്ക് വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്സം സോൾട്ട് പച്ചക്കറിക്ക് നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. ഫ്ലവറിങ് പ്ലാന്റ്സിന് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എപ്സം സോൾട്ട് തരുന്നത്. പക്ഷേ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 തവണയായിട്ട് 15 ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് ഇടയിൽ നിർത്തിയിട്ട് വേണം എപ്സം സോൾട്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതിനിടയിലായിട്ട് ആഴ്ചയിൽ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധാ ഫെർട്ടിലൈസറും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വാട്ടറിങ് നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ കാണുന്ന കടലാസ് ചെടികൾക്കൊക്കെ ഒരുപാട് വാട്ടറിങ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് ഫ്ലവറിങ് ആവണമെന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞു പോകുന്ന സമയമായിട്ടുണ്ട്, ചിലതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ബോഗൻവില്ലയ്ക്ക് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ എപ്സം സോൾട്ട് ചെയ്യുന്നതിനനുസരിച്ച് നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല സൺലൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ കമ്പ് മുളപ്പിച്ചിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെ ഇടയിലായിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഈ കാണുന്ന ചെടി കമ്പ് മുളപ്പിച്ചതാണ്. എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുതിയ തളിരിലകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ചെടി ഷെഫ്ലോറ എന്ന പ്ലാന്റ് നല്ല രീതിക്ക് പച്ചപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒരേപോലെ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് എപ്സം സോൾട്ട്. നല്ല രീതിക്ക് ലീഫിനൊരു ഗ്ലേസിങ്
പിന്നെ അതേപോലെ തന്നെ ഒരു പച്ചപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീസി പ്ലാന്റ്സ്, അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്സ്, ഇതിൻ്റെ എല്ലാം ലീഫിന് കുറച്ച് എപ്സം സോൾട്ട് ചെറിയ തുണിയിലാക്കിയിട്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ ലീഫുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എപ്സം സോൾട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.